വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫേസ് ഗ്ലോ അപ്പ് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പോൾ ഭയങ്കരമായിട്ടൊന്നുമില്ല, എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീക്കെൻഡ്സൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്വിക്ക് ഗ്ലോ അപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഫേസൊക്കെ ഒന്ന് ഡള്ളായിരിക്കുകയാണെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ഫേസ് സ്റ്റീം ചെയ്യണം. സോ ദെൻ സ്റ്റീം ചെയ്തിട്ട് കാണാം. സോ ആഫ്റ്റർ ദാറ്റ് സ്റ്റീമിങ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ആദ്യം തന്നെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു എനിക്ക് പറ്റുന്ന രീതിയിൽ. സോ ആഫ്റ്റർ ദാറ്റ് നമുക്കിനി ഒന്ന് ഫേസൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യണം. സോ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാണാം. അപ്പോൾ ഞാൻ സ്ക്രബിന് വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് റാഗിപ്പൊടിയും അതുപോലെ കേടുമാണ്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറ് അരിപ്പൊടിയും അതുപോലെ തന്നെ കേടും യൂസ് ചെയ്തിട്ട് ഒരു സ്ക്രബ്, അല്ലെങ്കിൽ മിൽക്ക് യൂസ് ചെയ്തിട്ട് ഒരു സ്ക്രബ് യൂഷ്വലി ഉണ്ടാക്കി അങ്ങനെ യൂസ് ചെയ്യാറ്. ബട്ട് ഇന്ന് എൻ്റെ അടുത്ത് അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ റാഗിപ്പൊടി യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ രണ്ടിലും ഇഷ്ടമുള്ള ഏതാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജെൻറ്റിലായിട്ട് സ്ക്രബ് ചെയ്യാം. ഭയങ്കര ഹാഷ് ആവരുത്, ഭയങ്കര ജെൻറ്റിലായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോഴേ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കുറച്ചും കൂടെ മാറത്തുള്ളൂ. അതുപോലെ തന്നെ ഡെഡ് സ്കിൻസും. സോ നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്തതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്തായിട്ടും ഫ്ലോലെസ് ആയിട്ട്, അത് എന്ന് വെച്ചാൽ ഒന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറിയതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. സോ അതിനുശേഷം ഞാൻ ഫേസ് പാഡ് ഡ്രൈ ചെയ്യുകയാണ്. ദെൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കാർമസിയുടെ ഫേഷ്യൽ റൈസ്റ്ററാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുവാണ്. എപ്പോഴും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സ്ലിപ്പറി പോലെ ആലോവേറ ജെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ജെല്ല് യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട്. സോ എൻ്റെ കയ്യിൽ ആലോവേറ ജെല്ല് തീർന്നത് കൊണ്ട് ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ഇടുവാണ്. അതിൻ്റെ തന്നെ ഞാൻ കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ സ്ലിപ്പറി ആയിട്ട് തോന്നും. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് സ്ലിപ്പറി അങ്ങനെ ഉണ്ടാക്കുന്നത്. ഓയിൽ ഉപയോഗിച്ചിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത്. അതിലോട്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മോയ്സ്ചറൈസറും പിന്നെ വെള്ളവും മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സ്ലിപ്പറി ആയിട്ട് തോന്നും. ആക്ച്വലി ഇത് ഞാൻ കണ്ടുപിടിച്ചില്ല, ജെമിനിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ജെമിനി പറഞ്ഞതാ. ദെൻ ഞാനിപ്പോൾ ഫേഷ്യൽ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഫേസ് പാക്ക് ഇടാനുണ്ട്. ഇപ്പോൾ ഞാൻ പാക്കിനായിട്ട് എടുത്തേക്കുന്നത് റാഗിപ്പൊടിയും കേടുമാണ്. നേരത്തെ എടുത്ത അതേ പാക്കാണ് ഞാനിപ്പോഴും ഇടുന്നത്, കാരണം ഇതിൽ ഒത്തിരി എക്സ്ട്രാ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. ഞാൻ നോർമലി യൂസ് ചെയ്യാറ് ഓട്സ് പൗഡറും അത് ഞാൻ മിക്സിയിലിട്ടിട്ട് അത് നല്ല പൗഡറാക്കി എടുക്കും. അതുപോലെ കടലമാവ്, പിന്നെ ഇച്ചിരി ടർമറിക്കിൻ്റെ പൊടി, അത് ഇത്രയും കൂടെ മിക്സ് ചെയ്യും കേടിൽ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഇത് നമ്മളൊരു 10 to 15 മിനിറ്റ് ഇട്ടതിന് ശേഷം ഇതൊന്ന് വാഷ് ഓഫ് ചെയ്യാം. ദെൻ ഞാനിപ്പോൾ ഫേസ് പാക്കൊക്കെ വാഷ് ഓഫ് ചെയ്തു. ഇപ്പം തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇച്ചിരി ഗ്ലോ വന്നതുപോലെയും ടാനൊക്കെ റിമൂവ് ആയതുപോലെയൊക്കെ. ഭയങ്കരമായിട്ട് ചേഞ്ച് ഒന്നുമില്ല, എങ്കിലും ചിരികെ ടാൻ മാറിയതും ഗ്ലോ വെച്ചതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്കൊരു മോയ്സ്ചറൈസർ ഇടാം. അതുപോലെ തന്നെ ഒരു ലിപ് ബാം ഇടാം. ഞാനിപ്പോൾ ലിപ് ബാം അല്ല ഇടുന്നത്, ഞാനിപ്പോൾ ഗീയാണ് ഇടുന്നത്. So yeah, that's it. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ട്രൈ ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.